നമ്മുടെ സ്വപ്നം കണ്ടിരുന്ന നല്ലൊരു ഇന്ത്യ നമ്മൾ ജീവിച്ച് ശീലിച്ച ആ ഇന്ത്യയുടെ എല്ലാ അവസ്ഥകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആക്രമണം തന്നെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇതൊരു ജനാധിപത്യ ഇന്ത്യയിൽ വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യണം. മുസ്ലിം സമുദായത്തിൽ നിന്നും എല്ലാ സമുദായത്തിനും ഇന്ത്യൻ്റെ ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള UP വൽക്കരണം അല്ലെങ്കിൽ സംഘീവൽക്കരണം ഒറ്റക്കെട്ടായി നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചെകുത്താന്മാരെ അങ്ങനെ വിളിക്കേണ്ടി വരും. ഭരണകൂടത്തിലെ ചെകുത്താന്മാരെന്ന് വിളിക്കേണ്ടി വരുന്ന അവരുടെ ചെയ്തികൾ കംപ്ലീറ്റ് ചെകുത്താൻ സ്വഭാവം. ഇത്തരം സ്ട്രീമുകളെ തുറുങ്കിലടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരുടെ കൂടെയുള്ള കുറെ അണികൾ. മനസ്സിലാക്കണം, 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത്. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഉണ്ടാക്കിയതെന്ന് പറയുന്നതാണ്. ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഒരേ പ്രിവിലേജാണ് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ളത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ പോലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഒരു തവണ പോലും നിങ്ങളിത് ചെയ്യരുത് എന്നുള്ള പ്രസ്താവന വരുന്നില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ഇവിടെ ഈ RSSന്റെ അജണ്ട തന്നെ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു പാലമാണ് ഇതൊക്കെ. ഭൂരിപക്ഷങ്ങളിലെ കൂടുതൽ ആളുകളും അതിനെതിരാണ്. അവരോട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ശക്തമായ ഒരു എതിർപ്പ് ഇതിനകത്ത് ഉണ്ടായേ മതിയാകും. ഇത്തരം ഇതിലേക്ക് ക്രിസ്ത്യാനികളുടെ പല പ്രോഗ്രാമുകളും കഷ്ടപ്പെടുത്തി നശിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആളുകളെ മർദ്ദിക്കുന്നു. അതേ സമയത്ത് പ്രധാനമന്ത്രിയുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇതിലേക്ക് ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മുസ്ലിങ്ങളെയാണ്? മുസ്ലിങ്ങൾക്കെതിരെ എന്നല്ല, ഫാസിസമാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച കാലം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വരും കാലങ്ങളിൽ സമാധാനം ഇല്ല. ആ രൂപത്തിലാണ് ഇന്ത്യയുടെ ഇന്നത്തെ നിലവിൽ പോക്കും. ഇല്ലായ്മ ചെയ്യാനുള്ള ഭരണകൂടത്തിൻ്റെ നിഗൂഢമായ ഒരു പ്ലാനാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രിസ്മസ് ആയാലും ശരി, മറ്റാഘോഷങ്ങളിലായാലും ശരി. ഇപ്പോൾ നമ്മുടെ ഒരു അതിഥി തൊഴിലാളി ഒരു ബംഗ്ലാദേശ് പൗരനെ മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് തല്ലിക്കൊന്ന് ചേർത്തം വരെ നമ്മൾ കേരളത്തിൽ പെടുത്തും. മേയർ VV രാജേഷിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് എന്ന് പറയുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം ഇവിടെ പല കോർപ്പറേഷനുകളും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഭരണസ്ഥാനം അദ്ദേഹം അത് തിരിച്ചു പറഞ്ഞു. അതിന്റെ സത്യം വലിയ ഇതിലേക്ക് മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അടിച്ചോടിക്കുന്ന ഒരു സമയം വരും. നിങ്ങൾക്ക് ഇത് എഴുതി വെച്ചോ ശരിക്കും. കാര്യം എന്താ വെച്ചാൽ അത്രയും ഇതിലേക്ക് ജനങ്ങൾ നിങ്ങളോട് പെരുമാറും. കേരളത്തിലെങ്ങാനും നിങ്ങളുടെ ഈ പേക്കൂത്തെടുക്കാൻ വന്നാൽ എന്ന് ഓർമ്മിക്കുകയാണ് ഞാൻ. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. രാജ്യത്ത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആചാരങ്ങൾക്കെതിരെ തെമ്മാടിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുകയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ ആരാണ് ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് അഴിഞ്ഞാടാൻ കൊട്ടേഷൻ കൊടുത്തത്? ഇന്ത്യ എന്ന മഹാരാജ്യത്ത്, അതായത് എല്ലാവരെയും എല്ലാ മതത്തെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആരാണ് വെറുപ്പ് വിതയ്ക്കാൻ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത്? ഇനി ജനങ്ങൾ പറയട്ടെ. ന്യൂനപക്ഷ ആക്രമണം വലിയ രീതിയിലേക്കുള്ള ക്രിസ്മസ് നടത്തുന്നതിനെതിരെ വലിയ രീതിയിലേക്കുള്ള ആക്രമണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു ആക്രമണം തന്നെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇതൊരു ജനാധിപത്യ ഇന്ത്യയിൽ വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യണം. മുസ്ലിം സമുദായത്തിൽ നിന്നും എല്ലാ സമുദായത്തിനും ഇന്ത്യൻ്റെ ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇത്തരം രീതിയിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യയുണ്ട്. ഒരു സമുദായത്തെ മാറ്റി നിർത്തുക. നമുക്കറിയാം, കുറച്ചു മുമ്പ് ബീഫിന്റെ പേരിൽ കൊല്ലലുണ്ടായിരുന്നു. അത്തരം ഇതിലേക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം ഇതിലേക്ക് പോയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? നമ്മുടെ സ്വപ്നം കണ്ടിരുന്ന നല്ലൊരു ഇന്ത്യ നമ്മൾ ജീവിച്ച് ശീലിച്ച ആ ഇന്ത്യയുടെ എല്ലാ അവസ്ഥകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് രണ്ടാമത് നമ്മൾ വീണ്ടെടുക്കേണ്ട ഒരു ഇതിലേക്ക് എല്ലാം ഒരു ഒന്നിച്ചിട്ട് നീങ്ങേണ്ടത് ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ മോശപ്പെട്ട അവസ്ഥയിലപ്പം ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട ആ ഇത് വീണ്ടെടുക്കേണ്ടത് നമ്മളെ കടമയാണ്. ഇന്ത്യയുടെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ എത്ര വയസ്സായി ശരിക്കും? എന്തായിരുന്നു ഇന്ത്യ? നമ്മൾ ഇവിടെ ജീവിച്ച് കൊതി തീരാത്ത അത്രയ്ക്കും സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു നാടാണ്. എപ്പോഴും ഇന്ത്യയിൽ ജീവിച്ചിട്ട് മറ്റൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജീവിതത്തിനെ പറ്റി പ്രത്യേകം പറയാൻ നമുക്ക് 100 നാവാം. അപ്പോൾ ആ ഒരു ജീവിത ശൈലി നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് രണ്ടാമത് നമുക്ക് തിരിച്ചു കിട്ടേണ്ട കാര്യത്തിന് എല്ലാവരും ഒന്നിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ജനാധിപത്യം വീണ്ടെടുക്കേണ്ട രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമായി വന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. പഴയ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത്തരം രീതിയിലേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലേക്ക് വിഷമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടോ? ഈ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ പഴയ ഇന്ത്യനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും വലിയ വിഷമങ്ങൾ ഓരോ കാര്യങ്ങളിൽ ആരെ പറ്റിയിട്ട് ചിന്തിക്കുകയാണെങ്കിലും, ഏത് സമുദായത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും വളരെ മോശപ്പെട്ട രൂപത്തിലാണ് പോകുന്നത്. ഇത് വീണ്ടെടുക്കാൻ എല്ലാ
മേഖലകളിലുള്ളവർ ഒന്നിച്ചു നിന്നിട്ട് ഈ ഇന്ത്യയുടെ ആദ്യത്തെ കാലഘട്ടം നമ്മൾ തിരിച്ചെടുക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ് നമ്മളെ പിതാമഹന്മാർ നേടിത്തന്ന ഒരു മഹത്തായ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ ചെയ്യുന്നതെല്ലാം. അതായത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഒരേ പ്രിവിലേജാണ് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ളത്. അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഇത്തരം സ്ട്രീമുകളെ തുറുങ്കിലടയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് പ്രത്യേക നിയമം കൊണ്ടുവരണം. ഈ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുന്നവരെ പിടിച്ചിട്ട് തുറുങ്കിലടയ്ക്കാനുള്ള പുതിയ നിയമ സംവിധാനം കൊണ്ടുവരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്രയേറെ ആളുകളെ മർദ്ദിച്ചിട്ടും ഇത്രയേറെ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടും പല പരിപാടികൾ തടസ്സപ്പെടുത്തിയിട്ട് പോലും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, മക്കളെ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഇന്ത്യയാണ്, അവർക്കും ഇവിടെ അവകാശമുണ്ട്, അതായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവട്ടെ, ഇവരൊക്കെ മക്കളെ ഇത് ചെയ്യരുത് എന്നുള്ള ഒരു പ്രസ്താവന പോലും വരുന്നില്ല. വളരെ ഖേദകരമാണത്. അതാണ് ഈ പ്രധാനമന്ത്രിയിൽ നമ്മൾ ഏറ്റവും കാണുന്ന ന്യൂനത. അദ്ദേഹം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ കണ്ണടച്ച് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJP സപ്പോർട്ടായിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി ഇത് അറിയണ്ടേ എന്നുള്ളതാണ്. അറിയേണ്ട സമയം കഴിഞ്ഞു. അതായത് പല ആളുകളെയും ആയിരക്കണക്കിന് ആളുകളെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് വന്നു. അതായത് ഇന്ത്യ രാജ്യത്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാര്യം അത്തരം രീതിയിലേക്ക് അറിയണ്ടേ എന്നും പറഞ്ഞ് ന്യായീകരിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ട. കാര്യം അത് അറിയേണ്ട സമയം കഴിഞ്ഞു. അത്രയേറെ ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്നു, മറ്റു രാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി കാണുന്നുണ്ടെങ്കിൽ 100% ഇതിനൊരു പരിഹാരം എടുക്കേണ്ടതല്ലേ? തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് അദ്ദേഹം കൈക്കൊള്ളേണ്ട നടപടികൾ ശരിയായ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ കൃത്യമായ ഉത്തരവാദിത്തമാണ്. അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഇന്ത്യ അല്ലാതാവും. അത് വേറെ ഒരു വർഗീയ കമ്മ്യൂണൽ വയലൻസിലേക്കാണ് അവസാനം എത്തിച്ചേരുക. ഇപ്പോഴും അന്യ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നാണക്കേടാണെന്ന് പറയുകയാണ്. അതായത് മതങ്ങളുടെ പേരിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന നാട് എന്ന് പറയുന്ന ഇതൊരാൾ പറയുന്നല്ല, മറ്റു രാജ്യങ്ങളാണ് പറയുന്നത്. ലജ്ജാകരം, വളരെ തല താഴ്ത്തേണ്ട സ്ഥിതിയാണ് നമ്മൾ. ഇദ്ദേഹം ഭരിക്കുന്നതിന് മുമ്പ് വന്നിരുന്ന മൻമോഹൻ സിംഗിന്റെ സമയം വരെ, കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ ചരമവാർഷികം ഉണ്ടായത്. ഞാനതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല പ്രവൃത്തികളെല്ലാം മാറ്റിക്കൊണ്ട് ഇന്ന് വെറും കമ്മ്യൂണലായുള്ള കാര്യങ്ങൾ മാത്രം മുന്നിലോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണ് ഒരു വികസിത രാജ്യമായി മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തമ്മിൽ തല്ലി, നാട്ടിലുള്ളവർ തമ്മിൽ തല്ലി മതപരമായി കമ്മ്യൂണലായി ഉണ്ടാക്കുന്ന ഒരു വികസിത രാജ്യമാണോ ഇവർ ഉദ്ദേശിച്ചത്? അതായത് ഇവരുടെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ച് കഴിഞ്ഞാൽ 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരുടെ കൂടെയുള്ള കുറെ അണികൾ. മനസ്സിലാക്കണം, 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത്. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഉണ്ടാക്കിയതെന്ന് പറയുന്നതാണ്. മറ്റു 60 വർഷം ഭരിച്ച കോൺഗ്രസ് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന സമയത്ത് ആ 60 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ സാധനമൊക്കെ മൊത്തം വിറ്റു തുലച്ചു എന്ന് പഠിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതായത് ക്യാപ്സൂൾസ് ആണ്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം അത്ര രീതിയിലേക്കുള്ള സംഭവങ്ങളെ ഉണ്ടാവും. മഹാന്മാരായ ആളുകൾ ഇന്ത്യ ഭരിച്ചിരുന്ന ചരിത്രമുറങ്ങുന്ന നാടാണ് ഇന്ത്യ. നെഹ്റു ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, എല്ലാ ടെക്നോളജികളും ഇന്ന് കാണുന്ന IT ടെക്നോളജി എല്ലാം കൊണ്ടുവന്നത് മഹാനായ രാജീവ് ഗാന്ധിയുടെ കാലത്ത്. ഇത് ആരോടാ പറയുന്നത്? പഠിപ്പില്ലാത്ത ഈ മതങ്ങളെ തമ്മിൽ അടിക്കാൻ നടക്കുന്ന, അല്ലെങ്കിൽ മതങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മറ്റു സഹോദരിമാരാണ് ചിന്തിക്കാത്ത ആളുകളോടാ പറയുന്നത്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഒരു വട്ടത്തിനുള്ളിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണ് അവർ. ഒരു ചുറ്റുവട്ടം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അല്ലാതെ പുറമെ ഉള്ളവരെ ചിന്തിക്കുകയോ അങ്ങനത്തെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ അവർക്കില്ല. അതാണ് ഇതിന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. പബ്ലിക്കായിട്ട് വന്ന് മാളുകളിലും മറ്റുള്ള ആളുകളുടെ ഒക്കെ ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ കയറി ഇടപെട്ട് നശിപ്പിക്കുന്നു. വലിയ രീതിയിലേക്ക് ജനസപ്പോർട്ട് ഉണ്ടാകുന്നു, അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഇത്തരം ഇതിലേക്ക് പോകുമ്പോൾ എന്താണ് ഇന്ത്യ? അതായത് ഇത് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള അജണ്ടയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നരേന്ദ്രമോദി ഭരണം തുടങ്ങി അതുപോലെ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അരാജകത്വം വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഇന്ത്യയുടെ അഖണ്ഡത തന്നെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിലാണ്. അത് ഏത് ന്യൂനപക്ഷം എന്നുള്ളതല്ല, ഇന്ത്യയുടെ അഖണ്ഡത നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിലാണ്. അങ്ങനെ അവരെ ഭയപ്പെടുത്തുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായി ഇതൊരു പ്ലാനഡാണ്. അതായത് 100 വർഷം കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യം
ഹിന്ദു രാഷ്ട്രമാകും എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം. നോക്കൂ, നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയം, നല്ല രീതിയിലേക്കുള്ള ഭൂരിപക്ഷം കിട്ടുന്നു, നല്ല രീതിയിലേക്ക് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. എന്തിനാണ് ഇത്തരം ആക്രമണം അഴിച്ചുവിടുന്നതിന് എന്താണ് പറയാ, അതിനൊരു അതിര് വെക്കാത്തത്? രണ്ടാമത് കാര്യം, വലിയ രീതിയിലേക്ക് ഭൂരിപക്ഷം കിട്ടി, നല്ല രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ഭരിക്കാത്തത്? ഇവിടെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് സാങ്കേതികത്വമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ RSSന്റെ ഒരു അജണ്ട നടപ്പിലാക്കുക എന്നത് മാത്രമാണ് BJPയുടെ കാതലായ വശം. ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രതിപക്ഷങ്ങൾ അവർ ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും അതിൻ്റെ ഒരു നാന്ദി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കുക, അവർ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആകെയുള്ള പരിഹാരം. നോക്കൂ, വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ പോലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഒരു തവണ പോലും നിങ്ങളിത് ചെയ്യരുത് എന്നുള്ള പ്രസ്താവന വരുന്നില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ്. അത് മതം തിരിച്ചു ആവരുത് എന്ന് പല തവണ പല ആളുകളും ആവർത്തിക്കുന്നതാണ്. ഒരു കാരണവശാലും പോലും അത് അത്ര രീതിയിലേക്ക് പോയാൽ ഇന്ത്യയുടെ, അതായത് ഗുരുജി ഗോൾവാൾക്കർ വരെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വേർതിരിവുണ്ടാക്കരുത്, വേർതിരിവുണ്ടായി കഴിഞ്ഞാൽ അന്ന് ഇന്ത്യയുടെ അവസാനം കുറിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് ഒരു പ്രസ്താവന കൊടുക്കാത്ത? ഇതിൽ നിന്ന് മുതലെടുക്കുകയാണോ? അതായത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ RSSന്റെ അജണ്ട തന്നെ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു പാലമാണ് ഇതൊക്കെ. ആ ഒരു വിഷയത്തിൽ ഇവർ A to Z അവിടെ പ്ലാനഡ് ആയൊരു പരിപാടിയാണിത്. അതിലേക്കാണ് ഇവിടെ ജനങ്ങളെ ഈ ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ വഴിയെ നരേന്ദ്രമോദി തന്നെ ഒരു അജണ്ട ഇവിടെ അവരൊന്നും 100 വർഷം കഴിഞ്ഞാൽ ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള അജണ്ടയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ A to Z അവരുടെ ഒരു പ്ലാനഡായ പരിപാടിയാണ് നടത്തുന്നത്. അവരുടെ എല്ലാ പരിപാടികളും അവർ എന്ത് അക്രമ ന്യൂനപക്ഷങ്ങൾ എന്നാലും അവർ മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യൻസ് ആയാലും ശരി, അവർ മിണ്ടില്ല. കാരണം അവരുടെ അജണ്ട തന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലേക്കാണ് ഇന്ത്യയെ അവർ നയിക്കുന്നത്. അതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ, പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു അജണ്ട എതിർക്കുന്ന രീതിയിൽ ഈ ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പ് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജനങ്ങളുടെ ഒരു യോജിപ്പ്, പ്രതിപക്ഷങ്ങളുടെ ഒരു ഐക്യം ഇവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിരിക്കണം നമ്മുടെ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. RSSന്റെയും ബജരംഗദളും പോലുള്ള തീവ്ര മതസംഘടനകളുടെ അല്ലെങ്കിൽ മതസംഘടനയല്ല തീവ്രവാദികളുടെ ഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ ഘട്ടം ഘട്ടമായി നിഷ്കാസനം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമാണ് ഇതൊക്കെ. എല്ലാ പരിപാടികളും SIR ഉൾപ്പെടെ ഓരോന്ന് ഘട്ടം ഘട്ടമായി വരുന്നതാണ്. മണിപ്പൂരിലും എല്ലാ ഭാഗത്തും നമ്മൾ കണ്ടത് അതാണല്ലോ. ഇത് ശക്തമായ പ്രതിഷേധം ന്യൂനപക്ഷ കൂട്ടായ്മ ഒരുമിച്ച്, അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങളിലെ കൂടുതൽ ആളുകളും അതിനെതിരാണ്. അവരോട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ശക്തമായ ഒരു എതിർപ്പ് ഇതിനകത്ത് ഉണ്ടായേ മതിയാകും. നമുക്കറിയാം, ഇന്ത്യയിൽ വലിയ രീതിയിലേക്ക്, അതായത് മിലിറ്ററിയെ പോലും വെല്ലുന്ന രീതിയിലേക്കുള്ള ഗ്യാങ്ങുകൾ രൂപീകരിച്ചു. ഇതൊക്കെ ഇന്ത്യയുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്ക് പോയി. അത്തരം രീതിയിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ നാശത്തിന് തുടക്കം വെക്കില്ലേ? അല്ല, അത് തീർച്ചയായും ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നതൊന്നും അല്ലത്. ഇത് പതിറ്റാണ്ടുകളായി വെരി പ്ലാൻഡ് ആണ്. വളരെ വളരെ മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. പക്ഷേ നമ്മുടെ നേതാക്കളായ രാജീവ് ഗാന്ധിയെ പോലെയും അതുപോലെ നെഹ്റുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ ഇത് മറുഭാഗത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊന്നും നടക്കാതെ പോയതാണ്. അവരുടെ കാലശേഷം ഇതിനകത്ത് ഉണ്ടാകുന്ന വിള്ളലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ആ തീവ്രമായ സംഘം മുതലെടുത്തു കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അവർ അജണ്ടയിലേക്ക്, പ്ലാൻഡായ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ നേരത്തെ തന്നെ ഇവർ ആസൂത്രണം ചെയ്തുള്ള സംഭവമാണ്. ഇത് ഇന്ത്യ എന്ന ഒരു സംഭവം നശിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നത് തന്നെ തീർച്ചയായിട്ടും ഭരണകൂട സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിൽ സജീവ RSSന്റെ പ്രവർത്തകനായിരുന്നു. 100 വർഷക്കാലം അവരുടെ ഇന്ത്യയിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രവർത്തനം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾ, ആദ്യം മുസ്ലിങ്ങളെ ഈ ഭാഗത്തിനും മറ്റ് നാശമാക്കാൻ വേണ്ടിയുള്ള ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയെടുക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തോടും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. മൊത്തത്തിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വളരെ ഭയാശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത്. ആ ഒരു സ്ഥിതി ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടി പുറം രാജ്യങ്ങൾ, ഇന്ത്യക്ക് പുറത്ത് ഞങ്ങളൊന്നും അറിയില്ല, ഇവിടുത്തെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത മാതിരിയാണ് അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് അവർ കണ്ണ് ചിമ്മി കൊണ്ട് മറ്റവരെ കൊണ്ട് ചെയ്യിക്കുക, നടപടികളൊന്നും എടുക്കുന്നില്ല. ഇത്തരം ഇതിലേക്ക്, അതായത് ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ, ആദ്യം മുസ്ലിം സമുദായത്തിനെതിരെയായിരുന്നു ബീഫ് അടക്കം കയ്യിൽ വെച്ചതിന് വലിയ ഇതിലേക്കുള്ള ആക്രമണമാണ് നേരിട്ട്. അത് കഴിഞ്ഞു ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ. സമുദായങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം രീതിയിലേക്കുള്ള സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ, സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യ കുറച്ച കാലം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വരും കാലങ്ങളിൽ സമാധാനം ഇല്ല.
ആ രൂപത്തിലാണ് ഇന്ത്യയുടെ ഇന്നത്തെ നിലവിൽ പോക്കും. ഭരണാധികാരികൾ അതിന് ചൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു മൗന സമ്മതമാണ് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അക്രമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പേടിച്ചിരുന്നൊരു കാര്യം, നമ്മൾ കേരളത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പല മേഖലകളിലും പല സ്റ്റേറ്റുകളിലും ഇതുപോലത്തെ ന്യൂനപക്ഷ വേട്ടകൾ നടക്കുമ്പോഴും നമ്മൾക്കിവിടെ അത് ബാധിക്കുന്നില്ല എന്നൊരു പേടി നമുക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കേരളം പോലും നമ്മൾ ഇന്നിപ്പോൾ ഭരിക്കുന്ന പിണറായി ഭരണകൂടം BJP RSS കേന്ദ്ര ഭരണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു അതിഥി തൊഴിലാളി ഒരു ബംഗ്ലാദേശ് പൗരനെ മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് തല്ലിക്കൊന്ന് ചെറുത്തം വരെ നമ്മൾ കേരളത്തിൽ പെടുത്തുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടുകളുടെ സംഭവമാണ്. ഇവിടെ ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകളിൽ തന്നെ പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇവിടെ നമ്മൾ പല ഭരണസാരഥികളും ഇപ്പോൾ ചുമതലയേറ്റ്. ഇവിടെ നമ്മളെ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആദ്യം ചെയ്തെന്താ, ഈ തലസ്ഥാനം ഭരിക്കുന്ന BJP മേയർ VV രാജേഷിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് എന്ന് പറയുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം ഇവിടെ പല കോർപ്പറേഷനുകളും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഭരണസാരഥി അദ്ദേഹം അത് തിരിച്ചു പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്നുള്ള സംഭവം മനോരമ പ്രചരിപ്പിച്ച ഒരു വിഷയം അദ്ദേഹം അങ്ങോട്ടേക്ക് പിണറായി വിജയനെ വിളിച്ചതാണ്. അത് അദ്ദേഹം പറയുന്നത്, പക്ഷെ അത് മേയർ നിശ്ചയിച്ചില്ലല്ലോ. അത് പിണറായി വിജയൻ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഈ മറ്റുള്ള ഇവർ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ പിണറായി മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിക്കാനാണ് സാധ്യത. നമുക്ക് സാധ്യത നമുക്ക് കാണാം, അത് നമുക്ക് കാഴ്ചപ്പാടുള്ളതാണ്. സാധ്യത എന്നുള്ള സാധനം എപ്പോഴും അങ്ങോട്ടും മാറാം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ വരെ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും ഒരു പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തായിരിക്കും തീരുമാനമെടുക്കുക? ഇവിടെ നമുക്ക് വേണ്ടത്, ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മളെ പൂർവികരോട് ജീവിച്ച് മരിച്ചുപോയി. ഇപ്പൊ നമ്മുടെ തലമുറ അത് ജീവിക്കും. നമ്മുടെ വരും തലമുറക്ക് ഇപ്പൊ നമ്മുടെ മക്കള്, നമ്മുടെ മക്കളെ മക്കൾ, ഇവർക്ക് അടുത്തൊരു ജീവിതം ഇവിടെ എന്തായിരിക്കും എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ ഇതിന്റെ മുന്നേ ഈ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ ആട്ടി ഓടിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് ഇവിടെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മക്കൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതിജീവനത്തിനുള്ള പൊരുതിയിട്ട് വേണ്ടിയിട്ട് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇവിടെ നമ്മുടെ നടക്കും എന്നുള്ള വളരെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയും. ഒറ്റ വാക്കിൽ, അതായത് ഇത്തരം ആക്രമണങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒറ്റ വാക്കിൽ പറയാം. ഇത് ഒരു വിഭാഗത്തെ ഇവിടെ ഉന്മൂലനം ചെയ്യാനുള്ളൊരു ഗൂഢതന്ത്രമാണ്. ഇതിൽ നമ്മുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടെ ഇതിൽ ഇന്നത്തെ കാലത്ത് അവരെ ഇതിൽ പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഭേദം ഉണ്ടാകുന്ന കാര്യമാണ്. ഇതിൽ സത്യാവസ്ഥ, ഇതിന്റെ നിജസ്ഥിതി ഇവർ മനസ്സിലാക്കാതെ ഇവരുടെ ഈ പ്രലോഭനങ്ങൾക്കും ഈ അധികാര കസേരകൾക്കും വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ചട്ടങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആൾക്കാരോടും ഇതുമായി ബന്ധപ്പെട്ടവരോട് ഇവരൊരു പുനർചിന്തനം നടത്തണം. കാരണം ഇവർ കൂടെ ഇതിന് കൂട്ടി നിൽക്കണം. നമ്മൾ തന്നെ അടിക്കാനുള്ള, നമ്മളെ തന്നെ കൊല്ലാനുള്ള വാള് നമ്മൾ തന്നെ കൊടുക്കുകയാണ്. ഇത് ഒരു കൂട്ടർ മാത്രമല്ല, ഇത് അവരും കൂടെ ബാധിക്കുകയാണ്. ഇതിൽ നിൽക്കുന്ന BJP-കാരൻ മറ്റേതില്ല. അപ്പൊ ഈ ഒരു സമൂഹത്തിന് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അതാണ് വരാനുള്ള അവസ്ഥ. ഇതിപ്പോൾ മറ്റുള്ള സ്വയം പ്രതിരോധം മറ്റുള്ള സ്റ്റേറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഒരു പരിധിവരെ ഇത് ക്ഷമാത സംബന്ധമുണ്ട്. അല്ല, തെമ്മാടിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുകയാണ്, അത് മനസ്സിലാക്കണം. അതായത് കുറച്ച് ആളുകളെ, അതായത് ഭൂരിപക്ഷം ഉള്ള ആളുകളാണ് ഇവര് എന്നുള്ള വ്യാജേന പാവപ്പെട്ട ആളുകളെ നെഞ്ചത്തോട്ട് കയറുക. അത് ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമല്ല. നമുക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പാവപ്പെട്ട ആളുകളെ അടി വാങ്ങുകയാണ്. പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു? നിർഗതി കൊണ്ട് പേടിച്ച് ജീവിച്ചു പോകുന്ന അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവുന്ന സമയത്താണ് ഞാൻ ഭയപ്പെടുന്നത്. അത് വലിയ രീതിയിലേക്ക് ഭയപ്പെടേണ്ട ആവശ്യം തന്നെയാണ്. അപ്പോൾ പൊതുവെ ഇവര് നിശബ്ദരാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാം. അത്രയും ഇതിലേക്ക് പറയാനല്ല, അല്ലെങ്കിൽ ധൈര്യം എവിടെ നിന്ന് കിട്ടുക? അതായത് ഇവിടെ ഈ ക്രിമിനലുകളുടെ പശ്ചാത്തല സൗകര്യവും സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഭരണകൂടമാണ്. ഇവിടെ ഭരണകൂടത്തിന്റെ ഒരു ഭാഗത്ത് പ്രതിരോധം നടത്തുമ്പോൾ തന്നെ ഈ പ്രതിരോധിക്കുന്നവരെ കശാപ്പ് ചെയ്യാനും അവരുടെ പേരിൽ കേസെടുക്കാനും അവരുടെ പേരിൽ അവരെ അകത്തിടാനും അവരെ ഉന്മൂലനം ചെയ്യാനും ഭരണകൂടവും അതിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വയം പ്രതിരോധം അവിടെ നടക്കണില്ല. അവിടെയാണ് പ്രശ്നം. നമുക്കറിയാം, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെയാണ് ഇന്ന് ഇവിടെ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷം പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഫാസിസത്തിൻ്റെ കൈകളിലേക്ക് ഇന്ത്യയുടെ അധികാരം വന്ന അന്ന് മുതൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും അവരുടേതായിട്ടുള്ള ഹിഡൻ അജണ്ടകൾ ഓരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ന്യൂനപക്ഷങ്ങൾ ഗ്രഹാം സ്റ്റെയിന് മുമ്പ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും വധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മണിപ്പാൽ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പാൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ പോലും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി
ആ പദ്ധതി പ്രദേശത്ത് അല്ലെങ്കിൽ ഈ അപകടം നടക്കുന്ന ആക്രമണം നടക്കുന്ന പ്രദേശം സന്ദർശിക്കാനോ ആ വിഷയത്തെ ഒന്ന് അപലപിക്കാൻ പോലും പാർലമെന്റിനകത്ത് പോലും പ്രതിപക്ഷം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്തരം ഇതിലേക്ക് ക്രിസ്ത്യാനികളുടെ പല പ്രോഗ്രാമുകളും കഷ്ടപ്പെടുത്തി നശിപ്പിക്കുന്നു, അതിനപ്പുറത്തേക്ക് ആളുകളെ മർദ്ദിക്കുന്നു. അതേ സമയത്ത് പ്രധാനമന്ത്രിയുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇതിലേക്ക് ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന, അപ്പം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സംഭവത്തെ ഒരു പ്രസ്ഥാനത്തെ എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇത് നല്ലൊരു കപടമായിട്ടുള്ള മുഖമാണ് ഇന്ന് പ്രധാനമന്ത്രിയെ നമുക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം ഇതിലുള്ള വലിയ സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജുകളിലോ ട്വിറ്ററിലോ ഒക്കെ ഇദ്ദേഹം അങ്ങനെ എല്ലാ മതങ്ങളെയും പറ്റിയിട്ടുള്ള നല്ല വാക്കുകൾ പറയുകയും, എന്നാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തെരുവിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പൊ ക്രിസ്ത്യ സഹോദരന്മാരെ അത് തന്നെ അല്ല ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരു സ്ഥലത്ത് ഇത്തരം അക്രമകാരികൾ അല്ലെങ്കിൽ വൃത്തികെട്ടവന്മാർ വന്ന് ഇത്തരം ഇതിലേക്ക് പരിപാടികൾ തടസ്സപ്പെടുത്തുന്നു, അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ തടസ്സപ്പെടുന്നു. അതേസമയം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നുള്ള പിക്ചർ ഉണ്ടാക്കി മാറ്റുന്നു. അതായത് പ്രധാനമന്ത്രി പോയി പള്ളിയിൽ പോയി കുർബാന അടിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം ഇതിലേക്ക് ഒരു ഡബിൾ റോൾ കളിക്കുക എന്നുള്ള രീതിയിലേക്ക്, അതായത് സാധാരണ രീതിയിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ, പൊതുവെ പബ്ലിക്കിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പറയുകയാണെങ്കിൽ വലിയ ഇതിലേക്ക് ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ ഓരോ അജണ്ടകൾ അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുക. അതുവരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മുസ്ലിങ്ങളെയാണ്? മുസ്ലിങ്ങൾക്കെതിരെ എന്നല്ല, ഫാസിസമാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന, അത് ഏത് ജാതിയാവട്ടെ മതമാവട്ടെ, കൽബുർഗിനെ എന്തിനാ കൊന്നത്? ഗൗരി ലങ്കോഷിനെ എന്തിനാ തുറന്നത്? ഗോവിന്ദ് പൻസാരെ എന്തിനാണ് കൊന്നത്? അറിയപ്പെടുന്ന ഈ ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന വലിയ വലിയ ഉദ്യോഗ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇവരുടെ ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന വിധത്തിൽ അവരെ രാജ്യത്തു നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്ന സമീപനമാണ് ചെയ്യുന്നത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നിങ്ങളുടെ ആ ചോദ്യത്തിന് ഒരു അനുബന്ധം കുറിക്കേണ്ടതുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കേരളത്തിൽ പോലും ഇന്നിപ്പോൾ ക്രിസ്തീയ സമൂഹം, ലോക ക്രിസ്തീയ സമൂഹം ഒന്നിച്ച് ആചരിക്കപ്പെടുന്ന അവരുടെ ഒരു ആഘോഷമാണ് തിരുപ്പിറവി. ആ തിരുപ്പിറവി ക്രിസ്മസ് ദിവസം അതിനോടനുബന്ധമായിട്ടാണ് ഈ കരോൾ നടക്കാറ്. ആ കരോൾ നടക്കുന്ന കുട്ടികളെ പോലും വളഞ്ഞിട്ട് ആക്രമിക്കുക, അവരെ ദ്രോഹിക്കുക, മർദ്ദിക്കുക, എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കുക. ഒരു ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം പോലും യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ കേന്ദ്രം ഭരിക്കുന്നവർക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പിണറായി പോലും നടത്തിക്കൊണ്ട്. തീർച്ചയായും, അതായത് ഇത്തരം രീതിയിലേക്കുള്ള ആക്രമണം അഴിഞ്ഞാടുക എന്ന് പറയുമ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയേണ്ട ഒരു വിഷയം, കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്യ സംസ്ഥാനത്ത് കഴിയുന്ന അതേ ഒരു സുഖം ഉണ്ടാവില്ല. കാര്യം ഇവിടെയുള്ള മലയാളികൾ, മതേതരവാദികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ വലിയ ഇതിലേക്ക് മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അടിച്ചോടിക്കുന്ന ഒരു സമയം വരും. നിങ്ങൾക്ക് ഇത് എഴുതി വെച്ചോ ശരിക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം രീതിയിലേക്ക് ജനങ്ങൾ നിങ്ങളോട് പെരുമാറും. കേരളത്തിലെങ്ങാനും നിങ്ങളുടെ ഈ പേക്കൂത്തെടുക്കാൻ വന്നാൽ എന്ന് ഓർമ്മിക്കുകയാണ് ഞാൻ. എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കില്ല. ജനം തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലെ ഒരു മതവിഭാഗങ്ങളെ, ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോകരാജ്യങ്ങളിൽ പല ഭരണകൂടങ്ങളും ജനങ്ങൾ തെരുവിലിറങ്ങി അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് അധികാരികളെ പുറത്തിറക്കിയ എത്രയോ സംഭവങ്ങൾ ലോകത്ത് ഇന്നും തെളിവായി നിൽക്കുക. അപ്പോൾ കേരളത്തിൽ ഇത്തരം ഇടപാടുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയ രീതിയിലേക്ക്, നല്ല ലെവലിലേക്ക്, ഓട്ടം ഓടാതിരിക്കാനുള്ള കണ്ടീഷനിലേക്ക് പ്ലാൻ ചെയ്താൽ മതി. ഇന്ത്യയുടെ വലിയൊരു അപകടമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നാടിലെ സമാധാനം ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടിതമായി ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാനുള്ള ഭരണകൂടത്തിൻ്റെ നിഗൂഢമായ ഒരു പ്ലാനാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രിസ്മസ് ആയാലും ശരി, മറ്റാഘോഷങ്ങളിലായാലും ശരി, ഭക്ഷണത്തിലായാലും ശരി, വസ്ത്രത്തിലായാലും ശരി, എവിടെയൊക്കെ എങ്ങനെ ശത്രുപക്ഷത്ത് നിന്നുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് നടക്കുന്ന ഭരണകൂടമാണ് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വലിയ രീതിയിലേക്ക് നമ്മൾ മറ്റു മതങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ ആരാധനകളൊക്കെ നമുക്ക് നിന്ദിച്ചു പോവാത്ത അല്ലെങ്കിൽ തള്ളി പറയാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. ഇത്തരം രീതിയിലേക്ക് കേരളത്തിൽ ഇത്തരം സംഭവം നടന്നാൽ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വരുന്നവരെ തിരിച്ചറിയണം. ആദ്യം നമ്മുടെ കൂടെ തോളിൽ കൈയിട്ട്, ആ പേര് ഞാനിവിടെ പറയുന്നതിൽ കൊണ്ട് എനിക്ക് ഭയമുണ്ടായിട്ടൊന്നുമല്ല, നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മുടെ ആളുകളായി വന്ന്
നമ്മളെ തമ്മിലടിപ്പിക്കുന്ന മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായകളെ തിരിച്ചറിയാൻ കേരള സമൂഹം വൈകിയാൽ വളരെ അപകടമായിരിക്കും കേരളത്തിൻ്റെയും അവസ്ഥ. കേരളത്തിലും ഇതിനു മുന്നേയും ഈ നാട് നൽകുന്ന ഓരോ മതവിഭാഗങ്ങൾക്കും മതമില്ലാത്തവനക്കും ഒക്കെ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം മതം പ്രചരിപ്പിക്കാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഈ നാടിന് ഒരു നൽകിയിട്ടുള്ളൊരു നിയമസംഹിതയുള്ള നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ചെകുത്താന്മാരെ തിരിച്ചറിയുകയും അവർക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതുകയും വേണം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളാണ് ഈ വിഷയം ഏറ്റെടുത്ത് പുറത്തേക്ക് വരട്ടെ. യുവാക്കൾ ഈ നാടിനെ രക്ഷിക്കാൻ വരും തലമുറയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ളത് പുതിയ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. യങ്സ്റ്റേഴ്സിനാണ് ഈ നാടിൻ്റെ അവസ്ഥയെ ശരിക്കും അറിയുന്നത്. അവരാണ് ഈ വിഷയങ്ങളിൽ ശരിക്കും പ്രതികരിക്കേണ്ടത്. മുന്നോട്ട് വന്ന് ഈ ദുരവസ്ഥയ്ക്ക് നാടിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് വിദ്യാർത്ഥി സമൂഹമാണ്. അവരോട് ഇതിന് ഇറങ്ങിത്തിരിക്കണമെന്ന് അവരിതെല്ലാം നേരിട്ട് കാണുന്നുണ്ട്. എന്നാൽ പുറത്ത് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ വിദേശത്തേക്ക് ജോലി തേടി പോകുന്നു. അത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് വിദ്യാർത്ഥി സമൂഹമുള്ള ഇന്ത്യ രാജ്യത്ത് വിദ്യാർത്ഥികൾ ഇറങ്ങിയാൽ ഒരു സംഘപരിവാരവുമില്ല, ഒരു ഭരണകൂടവുമില്ല. അത് നമ്മുടെ ലോകത്ത് വിദ്യാർത്ഥികൾ നയിച്ച സമരങ്ങൾ ഈ ഭരണകൂടത്തിന് അറിയാഞ്ഞിട്ടല്ല. ഈ ഭരണകൂടം നിലം പതിക്കുക തന്നെ ചെയ്യും. മുന്നോട്ട് പോയാൽ തിരിച്ചടി ലഭിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം വോട്ടിംഗ് നിലയിൽ വളരെ പിറകിലായി നിൽക്കുന്ന ഈ ചെകുത്താന്മാരെ അങ്ങനെ വിളിക്കേണ്ടി വരും. ഭരണകൂടത്തിൻ്റെ ചെകുത്താന്മാരെന്ന് വിളിക്കേണ്ടി വരുന്നവരെ അവരുടെ ചെയ്തികൾ കംപ്ലീറ്റ് ചെകുത്താൻ സ്വഭാവം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇറങ്ങി തിരിച്ച് ഈ വക നാടിന് ആപത്തിനെതിരെ പൊരുതേണ്ട സമയമാണിത്. അത് വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നത് തന്നെയാണ് ലോകം കണ്ടിട്ടുള്ളത്. ലോകത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇന്ത്യക്ക് കഴിയുകയില്ല. ആയതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരിക. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൽ ഒരിക്കലും ഇനി വീഴുകയില്ല. കാലഘട്ടം 2025 മുട്ടുസൂചി ഇറക്കുമതി ചെയ്ത രാജ്യം ഇന്ന് അന്തർവാഹിനിയും ഹെലികോപ്റ്ററുകളും മറ്റ് വാഹനങ്ങൾ വ്യൂഹമൊക്കെ ഉണ്ടാക്കാനുള്ള ശക്തിയായ ഇന്ത്യ രാജ്യത്ത് മൂത്രം കുടിച്ചും ചാണകം തിന്നും ഒക്കെ ജീവിക്കുമെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇതൊക്കെ വളരെ തുച്ഛമേ ഉള്ളൂ. ഇവരുടെ തലക്ക് കിട്ടുന്ന അടികൾ എവിടുന്നാണെന്നുള്ളത് ഇവർക്ക് പോലും അറിയാത്ത രീതിയിലേക്ക് മാറും നമ്മുടെ രാജ്യം. ക്രിസ്ത്യൻ സമുദായത്തിലെ ആഘോഷങ്ങൾക്കെതിരെയുള്ള അക്രമം, ജനങ്ങളുടെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് ഇന്നേ വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക്. ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് വളരെ ദുഷ്കരമായ സംഭവമാണ്. കേരളത്തിലടക്കം സംഘികൾ വിളഞ്ഞാടുന്ന ഒരു സമയം. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടായും കൊണ്ട് പ്രതികരിച്ചേ തീരൂ. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാവും. കാര്യം വലിയ ഇതിലേക്ക് തലയെടുപ്പ് കാണിക്കുന്ന രീതിയിൽ ഇവിടെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇടതുപക്ഷം സംഘികൾക്ക് വിടുവേല ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. പൊതുജനങ്ങളിൽ മൊത്തത്തിലുള്ള ഒരു സംസാര വിഷയമാണത്. ഈ വർഗീയതയെ അംഗീകരിക്കില്ല. കാരണം അതാണ് കേരള ജനതയുടെ പ്രത്യേകത. ഒറ്റക്കെട്ടായും കൊണ്ട് ന്യൂനപക്ഷങ്ങളാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ലാതെ, ഭഗഭേദം ഇല്ലാതെ എല്ലാവരുടെയും ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ഈ UP വൽക്കരണം അല്ലെങ്കിൽ സംഘിവൽക്കരണം ഒറ്റക്കെട്ടായി നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേരള ജനതയ്ക്ക് അതിൽ കഴിയും.